ഓണമായാലും വിഷുവായാലും സദ്യയ്ക്ക് ഇലയിൽ മറ്റു കറികളുടെ കൂടെ ഒരു പച്ചടി കൂടി വേണമെന്ന് മലയാളികൾക്ക് നിർബന്ധം ഉണ്ടാവും അല്ലേ? വളരെ എളുപ്പത്തിൽ ഒരു വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളരിക്കയാണ് പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പകുതി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് പച്ചടി ഉണ്ടാക്കുന്നത്. നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ തീരെ കനം കുറഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്ക ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളരിക്ക കുറച്ച് സമയം കൊണ്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് 5 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/8 ടീസ്പൂൺ അതായത് ഒരു നുള്ള് ജീരകം, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ തേങ്ങയുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കണം. പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ സെയിം ജാറിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു 3 സെക്കൻഡ് പൾസ് മോഡിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ തൈര് അടിച്ചത് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയുടെ അരപ്പും അതുപോലെ വെള്ളരിക്ക നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തേങ്ങ അരച്ച് ആ ജാറൊന്ന് കഴുകിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. തേങ്ങ ചേർത്തിട്ടുള്ള അരപ്പ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തിളക്കരുത് കേട്ടോ. തിളയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 വറ്റൽമുളകും അതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ താളിച്ചത് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അതുപോലെ കുറച്ച് തേങ്ങയും കുറച്ച് തൈരും മാത്രം മതിയാവും. അപ്പോൾ ഇത്തവണ ഓണസദ്യക്ക് എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓണം സദ്യയുടെ റെസിപ്പീസിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.